ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ബണ്ണുണ്ടാക്കാം നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കപ്പ് പാല്, 2 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഈസ്റ്റ്. ഇത് നല്ലതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ ആഡ് ചെയ്യണത് മധുരത്തിന് വേണ്ടിയല്ല, ഈ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹണിയും ചേർക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ പൊങ്ങി വരും. ഇത് ആക്റ്റീവായിട്ടുണ്ടാവും. പൊങ്ങി വന്നില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇത് ആക്റ്റീവ് ആയിട്ടില്ല, നമ്മുടെ ബണ്ണ് എന്തായാലും ശരിയാകത്തില്ല. ഈസ്റ്റ് ഇപ്പോൾ പൊങ്ങിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കൊരു ബൗളിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇടാം. അതിനുശേഷം സ്വല്പം ഉപ്പ് ഇടാം. 2 സ്പൂണ് നമുക്ക് ഓയിൽ എടുക്കാം. ഓയിൽ എടുക്കുമ്പോൾ സൺഫ്ലവർ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആയാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ എന്തായാലും ഇതിനെ ആഡ് ചെയ്യരുത്. ഇത് വന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ആക്റ്റീവ് ആക്കി വെച്ചേക്കണത് ഈസ്റ്റും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ തന്നെ എല്ലാം കൂടി ഒഴിക്കരുത്, ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിലാകുമ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടിയിട്ടിട്ട് ഇത് നല്ലതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് എങ്കിലും ഇതേപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് എടുക്കണം. എന്നാലേ നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മളെ ബണ്ണ് കറക്റ്റ് ആകുകയുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് എടുക്കണം. ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിഞ്ഞ് പതുക്കെ നോക്കുക. ഇങ്ങനെ വിട്ടു പോകണുണ്ടെങ്കിൽ നമ്മൾ മാവ് ശരിയായിട്ടില്ല. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇതായി വലിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബണ്ണ് കറക്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് ഇതാക്കി നോക്കണം. കണ്ടില്ലേ, ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ബണ്ണ് എന്തായാലും കറക്റ്റ് ആവുമെന്ന് ഉറപ്പായി. ഒരു ബൗളിൽ കുറച്ച് ഓയിൽ തടവി അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം ആ ഡവും കൂടെ വെച്ചിട്ട് അതിൻ്റെ മീതെ കുറച്ച് ഓയിലും കൂടെ തടയുന്നതെന്ന് വെച്ചാൽ മേൽഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ്. മേൽഭാഗം കുറച്ച് ഓയിൽ തടവിയിട്ട് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് മേലെ വെക്കുക. അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ഇതൊരു 3 മണിക്കൂർ ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 3 മണിക്കൂർ ശേഷം നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ പരത്തിയെടുക്കാം. നല്ലതുപോലെ പൊടി കൈ വെച്ചിട്ട് ഇതേപോലെ വലിഞ്ഞ് പ്രസ് ചെയ്ത് ഇതേ ഷേപ്പിലാക്കി എടുക്കുക. ഇതേ ഷേപ്പാക്കി വെച്ചിട്ട് ഒരു തവ എടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ റെഡിയാക്കി വെച്ച മാവ് വെച്ചിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് ഒരു 30 മിനിറ്റ് നമുക്ക് ഇതേപോലെ വെക്കാം. അതൊന്നും കൂടെ ഒന്ന് പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് കൺവെൻഷൻ മോഡലാണ് നമ്മൾ കേക്കും ബണ്ണും അതേപോലെ ബ്രെഡ് ഒക്കെ ബേക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രീ ഹീറ്റ് ചെയ്യണം. ഗ്ലാസ് ടോപ്പിൻ്റെ മേലെ ഹൈറ്റ് കുറഞ്ഞ ഗ്രിൽ സ്റ്റാൻഡ് വെക്കാം. അതിനുശേഷം നമുക്ക് കൺവെക്ഷൻ ബട്ടൺ നിൽക്കുക, സ്റ്റാർട്ട് നിൽക്കുക. ഓൾറെഡി 180 ഡിഗ്രി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഒന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് പാല് ഇങ്ങനെ തടവി കൊടുക്കാം, ഇല്ലെങ്കിൽ മേൽഭാഗം ഡ്രൈ ആയി പോകും. അതിന് വേണ്ടിയാണ് ഈ പാല് തടവി കൊടുക്കുന്നത്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ മേലെ തവ വെച്ച് കൊടുക്കാം. മേൽ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ് കൊടുക്കാം.
30 മിനിറ്റ് ശേഷം ഇത് ബ്രൗണിഷ് കളർ വന്നില്ലെങ്കിൽ ടൈം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 30 മിനിറ്റ് കൊടുത്തിട്ട് ഇത് ബ്രൗണിഷ് കളർ ആയില്ല, അതുകൊണ്ട് ഞാൻ 5 മിനിറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബണ്ണ് നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്, കണ്ടില്ലേ? അടിപൊളി, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. ഓക്കെ, ബൈ ബൈ.